ഹലോ ഓൾ, നിസാർ പൂനൂരാണ്. ഇന്ന് മാർക്കറ്റിൽ നല്ലൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആയതിനു ശേഷം മാർക്കറ്റ് നല്ലപോലെ താഴോട്ട് ഫാളായിട്ടുണ്ട്. ഏകദേശം 620 പോയിൻറ്റിൻ്റെ ഫാളാണ് ഇതുവരെയായിട്ട് മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ളത്. ലാസ്റ്റ് ഫ്രൈഡേ റിപ്പോർട്ട് അനുസരിച്ച് ഈ ഒരു ഫാളും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതായിരുന്നു. ഓക്കെ, മാർക്കറ്റിന് നിലവിൽ ട്രെൻഡ് എന്ന് പറയുന്നത് ഡൗൺ ട്രെൻഡ് തന്നെയാണ്. പക്ഷെങ്കിൽ ഇവിടെ വോളിയം നോക്കുകയാണെങ്കിൽ വോളിയം താഴോട്ടാണ് പോകുന്നത്. അതായത് ഈ മാർക്കറ്റിൽ പ്രൈസ് താഴോട്ടും വോളിയം താഴോട്ടും പോവുകയാണെങ്കിൽ അത് നെഗറ്റീവ് കോറിലേഷനാണ്. അവിടെ നമുക്കൊരു ചെറിയൊരു പുൾ ബാക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു കണ്ടീഷനാണ്. എന്നാലും മാർക്കറ്റിൽ നമ്മൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് മൂവ്മെൻറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ആണ് ഇത്. ഓക്കെ, നിങ്ങൾ കാൻഡിലുകൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഓരോ കാൻഡിലിനും അത്യാവശ്യം വലിപ്പമുള്ള വിക്കുണ്ട്. അതായത് ബയേഴ്സ് മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ മുകളിലൊരു നല്ല സ്ട്രോങ് റെസിസ്റ്റൻസ് നിങ്ങൾക്ക് 22,560 എന്ന ലെവല് ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അത് ബ്രേക്ക് ചെയ്ത് പോകാൻ ഈ ക്യാൻഡിലുകൾക്കൊന്നും പറ്റിയിട്ടില്ല. ഓക്കെ, അപ്പം വരുന്ന അടുത്ത ഇത് 50 മിനിറ്റിൻ്റെ ക്യാൻഡിലാണ്. അടുത്ത ക്യാൻഡിലുകളെല്ലാം എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ ഈ ക്യാൻഡിൽ വെച്ചിട്ട് നമ്മളൊന്ന് റിവ്യൂ ചെയ്യുകയാണ്, അല്ലെ പ്ലാൻ ചെയ്യാൻ നോക്കുകയാണ്. ഇവിടെ വോളിയം നോക്കുകയാണെങ്കിൽ വോളിയം അത്യാവശ്യം തൊട്ടുമുന്നെ ക്യാൻഡിൽ വോളിയം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാൻഡിലിൻ്റെ വിക്കുകളും വലുതാണ്. അപ്പം ഒരു ചെറിയ ഷോർട്ട് ടേം മൂവ്മെൻറ്റ് നമുക്കിവിടെ പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ പ്രതീക്ഷിക്കുകയാണെങ്കിൽ ഈ 25,000 എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്യണം. കാരണം ഒരുപാട് തവണ ക്യാൻഡിൽ ശ്രമിച്ചിട്ടും പറ്റിയിട്ടില്ല. ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രമേ മുകളിലോട്ട് പോവുക എന്നുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിന് മുന്നായിട്ട് അതിന് തൊട്ട് താഴെയുള്ള ഈ ക്യാൻഡിലിൻ്റെ ബോഡിയും വിക്കും ബ്രേക്ക് ചെയ്ത് ഒരു ക്ലോസ് ഉണ്ടായാൽ മാത്രമേ ടെമ്പററി ഒരു മൂവ് ഉണ്ടാവും. പിന്നെ മുകളിൽ തന്ന 22,634 എന്ന് പറയുന്നത് ലെവല് അത് ഒരു ടാർഗറ്റ് ലെവലായിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തത്. ഇതനുസരിച്ച് ഈ നിഫ്റ്റിയുടെ ചാർട്ട് അനുസരിച്ച് ഒരു 23,000 ഓപ്ഷൻ ഞാനിവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിൽ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്നുള്ളതും നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് നോക്കാവുന്നതാണ്. 22,470 ബ്രേക്ക് ചെയ്താൽ പോവുകയാണെങ്കിൽ മാർക്കറ്റ് താഴോട്ട് പോകുമെന്നുള്ളതാണ് എക്സ്പെക്റ്റേഷൻ. ഇപ്പോൾ ഇവിടെ 2054 ഒരു എൻട്രി പ്ലാൻ ചെയ്തിട്ടുണ്ട്. കറക്റ്റ് വന്ന് സ്വീപ്പ് ചെയ്ത് മുകളിലോട്ട് പോയാൽ നെക്സ്റ്റ് ക്യാൻഡിൽ നല്ലൊരു മൂവ്മെൻ്റ് ആണ് ഇവിടെ കാണിക്കുന്നത്. നോക്കാം മാർക്കറ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്യുക അതല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അത്യാവശ്യം നല്ലൊരു ക്യാൻഡിലായിരുന്നു. 58.30 പോകുന്ന വിക്ക് ആ ക്യാൻഡലിൻ്റെ വിക്ക് സ്വീപ്പ് ചെയ്ത് പിന്നെ താഴോട്ട് തന്നെ വന്നിരിക്കുന്നതാണ്. നോക്കാം മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുക എന്നുള്ളത്. ലാസ്റ്റ് ഫ്രൈഡേ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് അനുസരിച്ച് മാർക്കറ്റിൽ ഈ ഒരു ഫാള് കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ടായത് ഇങ്ങനെ ഒരു ഫാൾ ഉണ്ടാവും എന്നുള്ളത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ ഇഷ്യൂസ് നല്ല രീതിയിൽ തന്നെ ഗ്ലോബൽ മാർക്കറ്റിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇതുപോലൊരു ലോട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക്കിയാണ്. പക്ഷേ പ്രൈസ് ആക്ഷൻ ബേസ് ചെയ്തിട്ട് നോക്കാം പ്രൈസ് ആക്ഷൻ എത്രത്തോളം കറക്റ്റാണ് എന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ആയിട്ടുണ്ട്. നല്ലൊരു ക്യാൻഡിലായി ക്ലോസ് ആയിട്ടുണ്ട്. പക്ഷേ വീഡിയോ കംപ്ലീറ്റ് ചെയ്യുന്നില്ല. അതിൻ്റെ തൊട്ടടുത്തായിട്ട് സ്ക്രീൻഷോട്ട് കാണാം. ഈ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് മുകളിൽ പോയിരിക്കുന്നത് കറക്റ്റ്. അവിടെ നിന്ന് മുകളിലോട്ട് പോകുമെന്നുള്ള ഉറപ്പില്ല. ചിലപ്പോൾ ഒരു ഫാൾ എക്സ്പെക്റ്റ് ചെയ്യുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.